അവന്റെ വീടാണ്. എന്താണ് ഇങ്ങനെ ഉറപ്പിച്ചു? അവൻ ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ വീടാ. അവൻ പറയുന്ന ലൈഫ് കണ്ടില്ലയോ? അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പോവാം. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലോട്ട്. നിങ്ങൾ വെളുപ്പാങ്കാലത്ത് രാവിലെ എണീച്ച് പണിക്ക് പോയിട്ട് പാതിരാത്രി കയറി വരുന്നത് നമ്മുടെ വീടായത്. നിങ്ങൾക്ക് ഒരു ബോധമില്ല? നിങ്ങൾക്ക് നിനക്കാടി ബോധമില്ലാത്ത? ഇവിടെ വലിയ ബോധമില്ലാത്ത കാര്യം പറയുന്നു. ഞാൻ രാവിലെ വെളുപ്പിന് 4 മണിക്ക് എണീച്ച് പോകുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? രാത്രി 10:30 കയറി വരുമ്പോ ഇവിടെ ഇരുട്ടില്ലയോ? എന്റെ ദൈവത്തിനാണ് പകൽ വെളിച്ചത്തിൽ ഈ വീട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയുക, എനിക്ക് ബലമായ സംശയമുണ്ട്, ഇത് നമ്മുടെ വീടല്ല. മനുഷ്യൻ, ഇത് നമ്മുടെ വീടാ മനുഷ്യന്, നമ്മുടെ വീടായത്. നമ്മുടെ അങ്ങനെ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാതെ പറയുന്നത്. നിങ്ങൾ പോയി ചോദിക്കാക്കോട്ട്. ഞങ്ങളുടെ വീടാന്നാ ഇത്. ആര് പറഞ്ഞു? പറഞ്ഞു ഇറങ്ങി പൊക്കോണം. ഇവിടെ കിടന്നിറങ്ങി എന്റെ കുഞ്ഞിക്കിളി, എന്റെ മൂത്ത മകൻ, എന്റെ ഇളയ മകൻ തൂക്കണാങ്കുരുവി. അവനും എവിടാന്നൊരു പിടിയുമില്ല. എവള് എവിടെയോ കൊണ്ടുപോയേക്കാൻ എന്റെ ഭാര്യ. ഇത് എന്റെ വീട്. ഭാര്യയും ഭർത്താവും കൂടെ വന്ന് എന്നെ ഇവിടെ ഇറക്കാന്ന് നോക്കണ്ട. ഇത് ഒറ്റ പെഗ് മണിയൻ. നീ പറയാൻ പോലെ എന്താന്ന് എനിക്കറിയാം. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത് നിങ്ങളുടെ വീടാന്ന് ഉറപ്പാണ്. 100%. അമ്മ സത്യം. അമ്മ സത്യം. അപ്പൊ ഇവിടെ എന്റെ വീട് എവിടെയാണോ? ഇത് നിന്റെ വീടാന്ന് ഞാൻ സമ്മതിച്ചു. സമ്മതിച്ചു. വിളിക്കടാ നിന്റെ ഭാര്യയെ. എങ്ങനെയുണ്ട്? വിളിക്ക്. നിന്റെ വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും വിളിക്കടാ, അറിയട്ടെ. ഭാര്യയെ വിളിക്കണം. നടക്കത്തില്ല. എന്നാ നമുക്ക് ഓട്ടോ വിളിച്ചു കൊണ്ടുവരാം. അതെന്തിനാണ്? എന്റെ ഭാര്യ നടക്കത്തില്ലെന്ന്. അയ്യോ, അങ്ങനല്ല പറഞ്ഞത്. വിളിയടാ. അവളെ വിളിച്ചോണ്ട് വരല്ലേ, ഇത് തെളിയിക്കാൻ നടക്കത്തില്ല. എന്നാ നിന്റെ അമ്മായിച്ചനെ വിളിയടാ. അമ്മായച്ചന്റെ കാര്യം പറഞ്ഞ് വെട്ട് നടക്കും ഇവിടെ. വെട്ട് പുഴ ഞാൻ ഒഴുക്കും. മണിയൻ, ഒറ്റ പെഗ് മണിയൻ. നേരമായിട്ട് ഞാൻ പറയുന്നത് എന്റെ വീടാണ്. എന്റെ വീടാണ്. ഞാൻ എത്ര പ്രാവശ്യം തുടങ്ങിയിട്ട് എന്റെ ഭർത്താവ് നടന്നുകൂടുന്ന പോലെ നിൽക്കുന്നതാണ് ഞാൻ നിന്നെ ഒന്നും ചെയ്യാത്തത്. അങ്ങോട്ട് അങ്ങനെ ചുക്കരി ചൂണ്ടാവിന് കൊള്ളാത്തോണ്ടോ നിന്നെയാണല്ലോ, നിന്നെ ഞാനല്ലോ വിട്ടോ. അതൊക്കെ ഇവിടെ. ഇതാള് വേറെയാ. ഒറ്റപ്പക്ക മണിയൻ കേട്ടോ. എങ്ങനെയാണോ? നീ അവനെ ഇങ്ങനെ അടിക്കല്ലേടി. എന്താ ചേട്ടാ? ഞാൻ ചത്തുപോകും. മാമൻ പറഞ്ഞുതരാം. ഒന്നും തോന്നരുത്. ദേഷ്യം കൊണ്ട് നിന്റെ ഭാര്യയെ 4 എണ്ണം പൊട്ടിച്ചു പോയി. നിനക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ചെയ്തെന്ന് കരുതിയാ മതി. ഒന്ന് ഞാൻ കെട്ടിയതാ, 2 പിള്ളേരും. ഫോൺ എടുക്കരുത്. ഫോൺ വിഷയവാ. ഒറ്റപ്പക്ക മണിയനാ പറയുന്നത്. ഹലോ മണിയണ്ണ, നിങ്ങൾ ഇത് എവിടാന്നാ? മണിയണ്ണനോ? ആ മണിയണ്ണ, ഇത് എവിടെ നിങ്ങള്?